ചേട്ടാ, സുരേഷ് ഗോപി ചെയ്തതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അദ്ദേഹത്തെ ഇപ്പോൾ പല ആളുകളും ക്രൂശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്പം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുക? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിസ്ഥാനത്തിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻറ്റ് സിനിമയാണ്, സിനിമ ചെയ്തില്ല ഞാൻ അങ്ങ് ചത്തുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രതികരണം നടത്തിയ സുരേഷ് ഗോപി സിനിമാ മേഖലയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ ഹേമ കമ്മിറ്റി പോലുള്ള ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കണം, അല്ലെങ്കിൽ സിനിമാക്കാരെ മുഴുവൻ തള്ളിപ്പറയണം എന്നാണോ ചേട്ടൻ പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ക്യാമറാമാരൊക്കെ വരുമ്പോൾ ഉന്തും തള്ളുമൊക്കെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭരചന്ദ്രനുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈ സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഒരു ഭരചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് ഒരുപക്ഷെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാണിച്ചാൽ പോലും അത് കേസെടുക്കാവുന്ന തെറ്റാണ്. മക്കളോട് കാണിച്ചാലും മക്കൾ പരാതിപ്പെട്ട കേസെടുക്കാവുന്ന തെറ്റാണ്. ഭരചന്ദ്രൻ അവിടെ ഇരിക്കട്ടെ, തിരശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മനുഷ്യരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല സിനിമകളിലും ഈ കാമുകന്മാരായിട്ട് അഭിനയിച്ച ആളുകൾക്ക് ഇപ്പോൾ അത് ഉള്ളിൽ കിടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തിറക്കി നാട്ടിലുള്ള സ്ത്രീകളോട് അങ്ങനെ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റേ ടി ജി രവിയൊക്കെ എന്ത് ചെയ്യണമായിരുന്നു ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ അവരുടെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപിയുടെ പ്രതികരണമല്ല പ്രശ്നം. സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ മുകേഷിനെയോ സിദ്ദിഖിനെയോ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. അവിടെ പ്രശ്നം ഉണ്ടാകുന്ന എവിടെയാണ്? സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമാ താരം നിലവിൽ ഒരു ജനപ്രതിനിധിയാണ്. അതും NDA മുന്നണിയുടെ BJPയുടെ ഔദ്യോഗിക ചിഹ്നമായ താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയി കേരളത്തിലെ ആദ്യത്തെ BJPയുടെ MP ആണ് സുരേഷ് ഗോപി. അതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനിൽ നിന്ന്, നല്ല മനുഷ്യനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള ഒരു പരകായ പ്രവേശവുമായി വന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അപ്പോൾ അദ്ദേഹം സിനിമയാണ് എനിക്ക് വലുത്, സിനിമയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സിനിമാക്കാരും എന്തിന് സ്മൃതി ഇറാനി എടുക്കൂ, ജയലളിത എടുക്കൂ, MGR എടുക്കൂ, എന്തിന് കേരളത്തിലേക്ക് ഒരു KB ഗണേഷ് കുമാറിനെ എടുക്കൂ. ഇവരൊക്കെ സിനിമാക്കാരിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയവരാണ്. KB ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ സിനിമകൾ കുറയ്ക്കും. അതേസമയം അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അനുവാദത്തോടു കൂടി, സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി പോയി അഭിനയിക്കും. സുരേഷ് ഗോപി എല്ലാ ദിവസവും സിനിമ ചെയ്തുകൊണ്ടിരുന്ന നടന്നൊന്നുമല്ല. കുറേ കാലം ഫീൽഡിൽ നിന്ന് മാറി നിന്നു, പിന്നീട് വീണ്ടും തിരികെ വന്നു, അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികം അതൊന്നുമല്ല. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊതിക്കുകയും എന്നാൽ അത് സഹമന്ത്രിയായി ഒതുങ്ങിപ്പോവുകയും ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹം അതിൽ അസ്വസ്ഥനാണ്. തുടക്കം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ MP മാരില്ല, കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് അർഹതപ്പെട്ട ആളായിരുന്നു. അത് അദ്ദേഹത്തെ തഴഞ്ഞു എന്നൊരു വാദമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അദ്ദേഹം സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യട്ടെ. പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയുന്നൊരു സുരേഷ് ഗോപിയുണ്ട്, മനുഷ്യസ്നേഹിയായ, ആളുകളെ സഹായിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ച മണം ഇങ്ങനെ വലിച്ചെടുക്കാൻ തോന്നും. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്മി എന്ന് പറയുന്ന മരണപ്പെട്ട മകളോടുള്ള സ്നേഹമായിട്ട് തന്നെയാണ്, ഒരു പിതൃവാത്സല്യത്തോടു കൂടിയാണ് നമ്മൾ കണ്ടത്. അതിനകത്തൊന്നും യാതൊരു തെറ്റും നമ്മൾ കണ്ടിട്ടില്ല. ആ സുരേഷ് ഗോപിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒന്നും പറയാനില്ല, ഞാൻ പ്രതികരിക്കാം, സമയം തരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കടന്നു പോകാം, പ്രതികരിക്കാതിരിക്കാം. മാധ്യമങ്ങൾ വരുമ്പോൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് വഴി ഒഴുക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിന് സുരക്ഷാ ഭടന്മാരില്ലേ, കേന്ദ്രമന്ത്രിയല്ലേ, കേരള പോലീസ് അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കണ്ടേ. അപ്പോൾ മാധ്യമങ്ങളുടെ ജോലി എന്താ? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ 4 തൂണുകളാണ് മാധ്യമം. പക്ഷെ അവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രി എന്നതിനപ്പുറം അദ്ദേഹം ഒരു മനുഷ്യൻ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം രാവിലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതിനുള്ള പ്രതികരണം നൽകി കഴിഞ്ഞു. സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ താരമായ മന്ത്രി പറഞ്ഞത് ഈ പറയപ്പെടുന്ന മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ്. ആരോപണങ്ങൾ കോടതി തെളിയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കോടതി വിധിച്ച കേസുകളിൽ മാത്രമാണോ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനാ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്? സുരേഷ് ഗോപി സമരങ്ങൾ കരുവന്നൂരിൽ അദ്ദേഹം പോയി ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയില്ലേ? കരുവന്നൂരിൽ ഏതെങ്കിലും കോടതി വിധി പുറത്തു വന്നിരുന്നു ആ സമയത്ത് ഇതുപോലെ തിരികെ കൊടുക്കണമെന്ന്? വന്നിരുന്നില്ല. കേസ് കോടതിയിലാണ്, പറ്റിക്കപ്പെട്ടു, ജെനുവിൻ കേസാണ്. അപ്പോൾ കോടതി വിധി വരുമ്പോൾ മാത്രമാണോ ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക, പ്രതിഷേധങ്ങൾ ഉണ്ടാവുക? അല്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രം, എൻ്റെ സ്വന്തം ആളുകൾക്ക് മാത്രം ഒരു പ്രശ്നം വരുമ്പോൾ നിലപാട് മാറ്റുന്നതിനെ മാധ്യമങ്ങൾ അവിടെ ചോദ്യം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ശരി, അദ്ദേഹത്തിന്റെ പ്രതികരണം രാവിലെ ഉള്ളത് എന്തോ ആയിക്കോട്ടെ, അത് അദ്ദേഹം നൽകി കഴിഞ്ഞു. വീണ്ടും എന്തിന് അദ്ദേഹത്തിന് വൈകുന്നേരം? സ്വാഭാവികമല്ലേ ഗൗതം, ഏതൊരു രാഷ്ട്രീയക്കാരനെയായാലും ഏതൊരു സിനിമാ താരത്തെ കിട്ടിയാലും അവർക്ക് നേരെ മൈക്ക് നീട്ടും, ചോദ്യങ്ങൾ ചോദിക്കും. പൃഥ്വിരാജിന്റെ ഡയലോഗ് കടമെടുത്താൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സാർ. അത് അവരുടെ ജോലിയാണ് സാർ. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 4 തൂണുകളാണ് സാർ.
ഈ ജനപ്രതിനിധികൾക്കുള്ള പ്രിവിലേജ് അത്രത്തോളം ഇല്ലെങ്കിലും, മന്ത്രിക്കുള്ള പ്രിവിലേജ് ഇല്ലെങ്കിലും ഓരോ മാധ്യമങ്ങൾക്കും ആ പ്രിവിലേജ് ഉണ്ട് സാർ. ജനാധിപത്യം മൂക്കിൻ്റെ അറ്റത്ത് വരെയാണ് എന്ന് രഞ്ജി പണിക്കർ എഴുതിയ ഡയലോഗ് കേട്ടിട്ട് നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. നിന്റെ ഈ മൂക്കിൻ്റെ അറ്റം വരെ ഉള്ളൂ നിന്റെ മൈക്കിൻ്റെ നീളം എന്ന് ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുമ്പോൾ നമ്മൾ കൈയടിച്ചിട്ടുണ്ട്. ആ മൂക്കിൻ്റെ അറ്റം വരെ ഉണ്ട്, ആരും വായിലേക്ക് കുത്തി കയറ്റിയിട്ടില്ല. ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പോലീസുകാരെ ഉപയോഗിച്ച് ഇവരെ മാറ്റി നിർത്താം. പോലീസ് ഇല്ല അവിടെ. അല്ല, ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ എടുക്കേണ്ടത് കേരള പോലീസിന്റെ ആവശ്യമാണ്, അവരുടെ ജോലിയാണ്. അവിടെ വീഴ്ച അതിന്റെ കാരണം എന്താണ്? ചിലപ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും അവിടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. അത് നോക്കൂ, അദ്ദേഹം ഗുരുവായൂരിൽ, ഞാൻ പറയുന്നത് കേൾക്കൂ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വന്നതിന് ശേഷം എല്ലായിടവും പോയിട്ട് സല്യൂട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ 100% അംഗീകരിക്കുന്ന ആളാണ്. അതായത് BJP പോലൊരു പ്രസ്ഥാനത്തിൽ എവിടെയെങ്കിലുമൊക്കെ അടിവേരുകൾ ഉറച്ച് അവിടെ ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കാരണം ഇവിടെ ഇടതും വലതും മാത്രം പോലെ അവരും വേണം എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇന്നലത്തെ സംഭവം മാധ്യമങ്ങളെ തള്ളി മാറ്റിയ സംഭവം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വിടും. നിങ്ങളെന്താ കോടതിയാണോ? ഇത് നിങ്ങളുടെ തീറ്റയാണ്, ഇത് നിങ്ങളുടെ ചോറാണെന്ന് പറയാം. സുരേഷ് ഗോപിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല അദ്ദേഹത്തിൻ്റെ എടുത്ത് പുറത്തു വന്നത്. ഇത് നിങ്ങൾ ആണെന്നേ, മാധ്യമങ്ങളുടെ തീറ്റയാണ്. എങ്ങനെയാണ് തീറ്റയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് മാധ്യമങ്ങളുടെ പണി. ആ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടുന്ന ഈ വാർത്തകളിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയോടല്ല ഈ ചോദ്യങ്ങൾ, സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനോടാണ്. അതിൻ്റെ കാര്യം പറഞ്ഞ് വെച്ച വാർത്തകൾ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരെ പറ്റി ചോദിക്കണം, അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെ പറ്റി ചോദിക്കണം, എൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിൽ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് മാധ്യമങ്ങളോട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും നമ്മൾ അനുകൂലിക്കാൻ പറ്റില്ല. കാരണം പക്ഷെ മാധ്യമപ്രവർത്തകരോട് ഇന്നലെ കാണിച്ചത് അത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു അറിയാതെയുള്ളൊരു റിയാക്ഷൻ. കാരണം ഫുൾ പൊതിഞ്ഞു നിന്ന് അദ്ദേഹത്തിന് വഴി തടസ്സപ്പെടുത്തുകയാണ്. അപ്പൊ അറിയാതെ തന്നെ ഒരാള് റിയാക്ട് ചെയ്ത്, അങ്ങനെ റിയാക്ഷൻ കാണിക്കുന്നവർക്ക് പറ്റിയ ഇടമല്ല രാഷ്ട്രീയം. അതാണ് അതിന്റെ സിമ്പിൾ ഉത്തരമാണ്. ചിലപ്പോൾ സുരേഷ് ഗോപി നല്ല ആളായിരിക്കും, സുരേഷ് ഗോപിയേക്കാൾ നല്ല ആളുകൾ ഒരുപക്ഷെ സിനിമയിൽ ഉണ്ടാകാം. എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവോ മന്ത്രിയോ. കാരണം എന്താണെന്നറിയോ, ഈ വർഷാവർഷം 5 വർഷം കൂടുമ്പോൾ നമ്മൾ പോയിട്ട് ഈ ചൂണ്ടുവരലിൻ്റെ അറ്റത്തൊരു മഷി വരട്ടില്ലേ? എന്തിനാ? നമ്മുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനാ, അല്ല നമ്മുടെ രാജാവിനെ തിരഞ്ഞെടുക്കാനല്ല, നമ്മുടെ ചക്രവർത്തിയെ തിരഞ്ഞെടുക്കാനല്ല. ഈ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കേന്ദ്രത്തിലേക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ അയക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അയക്കുന്ന ആളുകൾ നമ്മുടെ ജനസേവകരാണ്, നമ്മുടെ സേവകരാണ്, നമ്മുടെ പ്രതിനിധികളാണ്. എല്ലാവർക്കും പോയി അവിടെ സംസാരിക്കാൻ പറ്റില്ല. അവിടെ സംസാരിക്കാൻ നമ്മൾ അടയാളപ്പെടുത്തി വിടുന്ന പ്രതിനിധികളാണവർ. അത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുന്നിടത്ത് അദ്ദേഹം രക്ഷപ്പെടും. ഞാൻ പറയാം, സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ കിടക്കുന്ന സൂപ്പർ സ്റ്റാർ, ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, ഞാനൊരു ഭരത്ചന്ദ്രൻ IPS ആണ്, എനിക്ക് എന്തെങ്കിലും കയറി ഇടപെടാം എന്നൊരു ചിന്ത, അത് മാറ്റിവെക്കണം. നമുക്ക് മാധ്യമങ്ങളെ കയ്യിലെടുക്കാതെ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കൃത്യമായി സുരേഷ് ഗോപിക്ക് അവിടെ നിൽക്കാം. അദ്ദേഹം അവിടെ നിന്നു കൊടുത്താൽ മാധ്യമങ്ങൾ മൈക്ക് വെക്കും. അദ്ദേഹത്തിന് മാന്യമായി പറയാമല്ലോ, ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഞാനൊരു മന്ത്രി മാത്രമല്ല, ഞാനൊരു സിനിമാ നടനും കൂടിയാണ്, എനിക്കത് സമയം തരൂ, ഞാൻ നിങ്ങളെ കാണാം. അദ്ദേഹത്തിന് പറയാം, പൃഥ്വിരാജ് വന്നിരുന്ന എത്രയോ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോയി. ആ പൃഥ്വിരാജ് പ്രായത്തിൽ എത്രയോ താഴെയാണ്. ആ പൃഥ്വിരാജിനുള്ള പക്വത എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഉണ്ടാകാതെ പോകുന്നു എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത്. മാധ്യമങ്ങളെ കുറ്റം പറയാം, കാര്യം മാധ്യമങ്ങൾ അവിടെ വളഞ്ഞു പിടിച്ച ഒരു രീതി അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾക്കൊരു സ്വയം നിയന്ത്രണം ചില ആളുകളോടെങ്കിലും ചോദിക്കുമ്പോൾ. നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് മൈക്ക് നീട്ടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തോട് ഒരുക്കാറില്ല. മുഖ്യമന്ത്രി വരുന്ന വഴികളിലൊക്കെ മാധ്യമപ്രവർത്തകർ കൃത്യമായി ബാരിക്കേഡുകൾ കെട്ടി അവരെ മാറ്റി നിർത്തും. ആ ഒരു സംവിധാനം എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും ഒരുക്കി കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം എൻ്റെ നേതാവിന് അല്ലെങ്കിൽ എൻ്റെ മന്ത്രിക്ക്, ഞാൻ സുരക്ഷ എടുക്കുന്ന മന്ത്രിക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. എത്ര എണ്ണിയാൽ പറയാത്ത മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. സാറ്റലൈറ്റ് ചാനലുകളായിട്ടും ഓൺലൈൻ മാധ്യമങ്ങളായിട്ടും ഇവരെല്ലാവരും മൈക്ക് നീട്ടും. ഓരോ കണ്ടന്റുകളും അവർക്ക് സെൻസേഷണലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത വന്നാലും കാണാൻ പ്രേക്ഷകരുള്ളിടത്തോളം കാലം മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു മാധ്യമപ്രവർത്തനെ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത് പിടിച്ചു തള്ളിയതല്ലേ? എന്നിട്ട് ഞാനത് പറഞ്ഞതാണ്, സ്വാഭാവികമായിട്ട് വരുന്നൊരു അദ്ദേഹം പിടിച്ചു തള്ളണം എന്ന് പറഞ്ഞ് മനഃപൂർവ്വം നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ടേക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാം മൈക്ക് കയറുന്നത്, മൈക്ക് ഉന്തി തള്ളുകയാണ്. അദ്ദേഹത്തിന് പോകാൻ വഴി ഉണ്ടാവുന്നില്ല. അപ്പം ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ അറിയാതെ
വരുന്നൊരു റിയാക്ഷനാണ് അത്. ഉമ്മൻചാണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഉമ്മൻചാണ്ടി ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് മാധ്യമങ്ങളിൽ ചെന്നാലും അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെ അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാവർക്കും ആവാൻ പറ്റില്ല. ഓരോ വ്യക്തിക്കും അത് അവരുടെ. ഷാഫി പറമ്പിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഷാഫി പറമ്പിൽ വടകര. ഷാഫി പറമ്പിലിന്റെ അടുത്ത് ബൈറ്റ് എടുക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടുണ്ട്. എത്ര തിരക്കിനിടയിൽ നിന്നാലും ഒരു മാധ്യമം, ഞാൻ ഒറ്റയ്ക്കാണ് ഒരു പുതുപ്പള്ളി ബൈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുക. ചാണ്ടിയുമ്മനൊക്കെ വലിയ തിരക്കിൽ പോകുന്നു, പെട്ടെന്ന് എന്തോ പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ഷാഫി പറമ്പിൽ ഇങ്ങനെ പ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഷാഫി ചേട്ടാ ഒരു കാര്യം ചോദിക്കാനുണ്ട്. മൈക്കിലേക്ക് നോക്കി ചാനലിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് ഈ കയ്യിൽ പിടിച്ചു. ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് 3/4 മണിക്കൂർ അയാൾ അവരുമായിട്ട് സംസാരിച്ചു. ഷാഫി സംസാരിച്ചിട്ട് ഈ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നാ പറ എന്താ വേണ്ടേ എന്ന് ചോദിച്ചത്. എനിക്ക് അവിടെ നീരസമില്ല. എന്നെ 3/4 മണിക്കൂർ അവിടെ പോസ്റ്റാക്കിയാൽ നീരസമില്ല. ആ മനുഷ്യൻ എവിടെ മത്സരിച്ചാലും ഇനി എൻ്റെ രാഷ്ട്രീയം എന്തായാലും അയാൾ എൻ്റെ മനസ്സിൽ വലിയ ആളാണ്. കാര്യം എന്താണെന്നറിയോ? ആ ഇടപെടലാണ്, ആ ചിരിയാണ്, ആ തോളത്ത് തട്ടലാണ്. ഞാൻ ഒരാളുടെ ഉദാഹരണം, ഇതുപോലുള്ള നല്ല നേതാക്കന്മാർ ഇടതുപക്ഷത്തും ഉണ്ട്. ഇടതുപക്ഷത്തും അങ്ങനെയുള്ള നല്ല നേതാക്കന്മാരുണ്ട്. നോക്കൂ, KB ഗണേഷ് കുമാറിനെയൊക്കെ കൂട്ടം കൂടി ആക്രമിക്കാറില്ലേ? KB ഗണേഷ് കുമാറിൻ്റെ നിലപാടുകളോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിലും ഞാൻ പറയാണ്, മാധ്യമങ്ങൾ ഇപ്പോൾ കൂട്ടം കൂടി അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ അദ്ദേഹം കൃത്യമായി ഉത്തരം പറയാറുണ്ട്. എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പറയുന്ന രീതിയുണ്ട്. കൃത്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ പറ്റാത്തൊരാൾ ദേവിയെ തന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞങ്ങ് പോകാം. പിടിച്ചു തള്ളാൻ നിൽക്കണ്ട, സംസാരിക്കാൻ നിൽക്കണ്ട. മാധ്യമങ്ങളെ വെറുപ്പിച്ചതാരാ? മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറോട് കാട്ടിയത് നമ്മൾ കണ്ടതാണ്. അത് പക്ഷേ അദ്ദേഹം സ്നേഹത്തിൽ ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് സുരേഷ് ഗോപി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ദേവിയായിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി ഡൽഹിയിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ മാധ്യമങ്ങൾ ഇനിയും ചോദിക്കും. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ അദ്ദേഹത്തിൻ്റെ നില കഷ്ടത്തിലാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മാധ്യമ പ്രവർത്തകരോട് നല്ല രീതിയിൽ ഇടപെടിയാൽ മാത്രമേ ഒരു രാഷ്ട്രീയക്കാരന് ഒരു നല്ലൊരു വളർച്ച ഉണ്ടാവുള്ളൂ എന്നാണോ? സ്വാഭാവികമല്ലേ? ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലേ മാധ്യമങ്ങൾ? മാധ്യമങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വന്ന ചരിത്രമുണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളുമായിട്ട് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമല്ല, കുറച്ച് കാലങ്ങൾ മുന്നേ ആയിട്ട് തന്നെ അവർ തമ്മിലുള്ളൊരു ക്ലാഷ് രൂപപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയുടെ ദേഹത്ത് സുരേഷ് ഗോപി കൈവച്ചു സംസാരിക്കുന്നതിനിടയിൽ മറ്റു വലിയ വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം സുരേഷ് ഗോപി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനെ ഏത് രീതിയിലാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്, ഏത് രീതിയിലാണ് അതിനെ കൊണ്ടുപോയത്. അപ്പൊ അത്തരം ഒരു കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപിക്ക് ഒരു നീരസം ഉണ്ട്. അതിനുശേഷമാണ് പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിക്കും. അതിനുശേഷമാണ് തൃശ്ശൂരിൽ ഇലക്ഷൻ നടന്നത്. ആ ലോക്സഭാ ഇലക്ഷൻ അദ്ദേഹം മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടില്ല എന്നാണോ പറയണേ? അദ്ദേഹത്തിന് വേണ്ടി PR ചെയ്ത സ്ഥാപനങ്ങൾ കൃത്യമായി ഓൺലൈൻ ചാനലുകൾ, സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഓൺലൈൻ ചാനലുകാരെ വരെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ചാനലുകാരെ വരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് പച്ച മലയാളത്തിൽ വേറൊരു വാചകമാണ് പറഞ്ഞത്. ഞാനിവിടെ പറയുന്നില്ല ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ട്. ഇത് രണ്ടും കൂടെ പറയരുത്. അദ്ദേഹത്തിന് വേണ്ടി മാധ്യമങ്ങൾ പണിയെടുത്തിട്ടില്ലെന്നാണോ? അദ്ദേഹത്തിന് വേണ്ടി മാധ്യമങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അല്ലെങ്കിൽ BJP പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ജനം അറിയുമോ? ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര അടുത്ത് ഓടിയെത്താൻ പറ്റും? ഇവന് എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ ചാനലുകളും സോഷ്യൽ മീഡിയയും എത്രത്തോളം വളർന്നിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല. ചില മാധ്യമങ്ങളോടുള്ള എതിർപ്പാണ്. അങ്ങനെ തിരുത്തി പറ. ചില മാധ്യമങ്ങൾ VD സതീശൻ്റെ ഇതിൽ കേട്ടിട്ടില്ലേ? ഏതാ ചാനൽ? കൈരളിയാണോ? എന്ന് പറയുന്ന പോലെയാ. മീഡിയ വണ്ണിൻ്റെ ലോഗോയും മൈക്കും കാണുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഒരു പക്ഷേ അദ്ദേഹത്തെ പലപ്പോഴും അനാവശ്യ വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാകാം. പക്ഷെ ചിന്തിക്കേണ്ടത് ഈ മാധ്യമപ്രവർത്തകരെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് കാണിച്ചാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടേ നിൽക്കാറുള്ളൂ. അപ്പോൾ സുരേഷ് ഗോപി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കുറച്ചുകൂടി പക്വതാപരമായി അങ്ങ് പെരുമാറും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കേന്ദ്രമന്ത്രിയാണ്, കേരളത്തിൽ നിന്നുള്ള BJP. എന്താ BJP സപ്പോർട്ട് ചെയ്യാത്ത? ഗൗതമിൻ്റെ ഈ സപ്പോർട്ട് പോലും K. സുരേന്ദ്രൻ നൽകാത്ത എന്താന്നേ? K. സുരേന്ദ്രൻ എന്നുള്ള പറഞ്ഞ നിലപാടാ. K. സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട്. അതാ ഞാൻ K. സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ നിലപാടാ. അത് BJPയുടെ ഔദ്യോഗിക നിലപാടായി നിങ്ങൾ എടുക്കരുത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം സുരേഷ് ഗോപി തള്ളി പറഞ്ഞു തന്നെയായിരുന്നു. പക്ഷേ എന്താണ് നോക്കൂ, ഒരു മുകേഷ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിക്കോട്ടെ, ഒന്നുകിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാം. അദ്ദേഹത്തിനെതിരെ അവതരിക്കുന്ന ആരോപണം വരെ കേസ് തെളിയട്ടെ. മുകേഷ് എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് കേസ് അവിടെ തെളിയട്ടെ. പക്ഷേ ഒരു സ്ത്രീയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ. ഈ സ്ത്രീകളുടെ ഒരു മൂല്യത്തെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളൊന്നുമല്ല, പ്രത്യേകിച്ച് സുരേഷ് ഗോപി. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതിൽ അതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. ഇത് ഇപ്പം തികച്ചും ആരോപണം മാത്രമാണ്. അത് തെളിയേണ്ട ഒരു സാഹചര്യമുണ്ട്.
അപ്പോൾ അത് തെളിയട്ടെ. ഇത് ഗൗതം പറഞ്ഞ പോലെ വൃത്തിയായിട്ട് പറയായിരുന്നു. അവിടെയാ ചോദ്യം. ഇത് വൃത്തിയായി സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളോട് പറയാമായിരുന്നു. പക്ഷെ എന്തിനാണ് ഓരോരുത്തർക്കും ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായിട്ടുള്ള ഒരു ശൈലി, അതേപോലെ ആ ശൈലി എന്താ ഇപ്പൊ കാണിക്കാത്ത? അല്ല, ആ ശൈലി ഉണ്ട്. ആ ശൈലി എന്താ ഇപ്പൊ കാണിക്കാത്ത? മാധ്യമങ്ങളെ പിണക്കിയതിന്റെ ഗുണമെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ വൈകുന്നേരം 6 മണിക്ക് പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങൾക്ക് കാശും കൊടുത്ത് 6 മണി മുതൽ 7 മണി വരെ ഈ കോവിഡ് സമയത്ത് മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് PR ന്ന് പൈസ കൊടുത്തിട്ട് ഈ കുത്തിയിരുന്നിട്ട് ആളുകളോട് പറഞ്ഞിട്ടാണ് നന്മയുള്ള ലോകമേക്ക പാട്ട് പാടിയത്. മനസ്സിലായോ? പിണറായി വിജയൻ അത് മനസ്സിലായിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അത് മനസ്സിലാകുന്ന കാലം വരും. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, നല്ലത് ചെയ്യുന്ന ആളാണ്, നല്ലത് ചെയ്യട്ടെ. പക്ഷേ ഈ ഷോയും കൊണ്ട് നടന്നാൽ എന്തായാലും സുരേഷ് ഗോപി ഇപ്പൊ രണ്ടുപേരെ തൃപ്തിപ്പെടുത്തണം. ഒന്ന് സിനിമാ മേഖലയാണ്, ഒന്ന് അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസ്ഥാനം. രണ്ട് കൊമ്പിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം തൃപ്തിപ്പെടുത്തേണ്ടത് അദ്ദേഹം അവിടെ തെറ്റതാ. അദ്ദേഹം തൃപ്തിപ്പെടുത്തേണ്ടത് സിനിമാക്കാരെയും നേതാക്കന്മാരെയും അല്ല, ജനങ്ങളെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് ജനങ്ങളാ. അദ്ദേഹം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.